ഹായ് വെൽക്കം ടു റാപ്പിഡ് ക്വസ്റ്റ്യൻ സീരീസ്. നമ്മുടെ റാപ്പിഡ് ക്വസ്റ്റ്യൻ സീരീസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നു. അങ്ങനെ ഓരോ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. നിങ്ങളുടെ സഹായിയായി ഞാൻ എപ്പോഴും ഉണ്ട്. അത് പി ഒ ആണെങ്കിലും ക്ലർക്കിനാണെങ്കിലും നമുക്കിന്ന് അതിലെ മിസ്ലേനിയസിലെ ആൽഫ ന്യൂമറിക് സീരീസ് നിങ്ങൾക്ക് ഒരു മാർക്ക് പെട്ടെന്ന് കിട്ടുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് നോക്കാം. ഇഫ് ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ ഗിവൺ വേർഡ് ഹാലോവിൻ ഈസ് ദ വേർഡ് ആർ അറേഞ്ച്ഡ് ഇൻ ആൽഫബറ്റിക് ഓർഡർ ഫ്രം ലെഫ്റ്റ് എൻഡ്, then what is the sum of place value as per the English alphabetic series of the letters which are third from left hand and fourth from the right hand? എന്താണ് ഐഡിയ എന്ന് ചോദിച്ചാൽ, ഹാലോവിനെ നിങ്ങൾ ലെറ്റേഴ്സ് ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതായത് ഹാലോവിൻ്റെ ആദ്യത്തെ ലെറ്റർ എ ഇവിടെ വരും, സെക്കൻഡായിട്ട് ആര് വരും, ഇ വരും, അങ്ങനെ അറേഞ്ച് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ തേർഡ് ഫ്രം ദ ലെഫ്റ്റ് കണ്ടുപിടിക്കുക, ഫോർത്ത് ഫ്രം റൈറ്റ് കണ്ടുപിടിക്കുക. അതിനൊരു പ്ലേസ് വാല്യൂ ഉണ്ടല്ലോ ഇംഗ്ലീഷ് ആൽഫബറ്റിക്. ഉദാഹരണം ഇയുടേത് 5, അങ്ങനെ എയുടേത് 1, അത് നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഹാലോവിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ആദ്യം എ വരുന്നു, ദെൻ എ ഡബ്ല്യു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഇ എച്ച് ഐ ജെ കെ 2 എല്ലുണ്ട്, എം എൻ ഒ പി ക്യു 2 4 6 8 9. ഓക്കെ, എല്ലാം ഉണ്ട്. ഇങ്ങനെയാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഇത്. ഇനി നമുക്ക് നോക്കാം ആരെ നമുക്ക് വേണ്ടത്. തേർഡ് ഫ്രം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇ, അതിൻ്റെ വാല്യൂ 5, ഇംഗ്ലീഷിൽ റാങ്ക് അതാണ്. അതിൻ്റെ ഫോർത്ത് ഫ്രം റൈറ്റ് 1 2 3 റാങ്ക് 4. സോ എല്ലിൻ്റെ റാങ്ക് 12. സോ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാണ് ചോദ്യം. 12 + 5 = 17 ഈസ് ആൻസർ. സോ 17, ഓപ്ഷൻ ഡി 17 ഈസ് ആൻസർ. കണ്ടില്ലേ, വളരെ മനോഹരമായി നമുക്ക് പെട്ടെന്ന് പി ഒക്കൊക്കെ ആണെങ്കിലും മാർക്ക് മേടിക്കാൻ പറ്റുന്ന അവസരമാണ് ആൽഫ ന്യൂമറിക്ക് തരുന്നത്. അതിന് നിങ്ങളുടെ പ്രയത്നത്തിന് ആക്കം കൂട്ടാൻ എൻ്റെ പ്രയത്നം കൂടെ ചെയ്യും. നമ്മൾ രണ്ടും ഒന്നിക്കുമ്പോൾ തീർച്ചയായും വിജയം നിങ്ങളെ തേടിയെത്തും. നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനുമായിട്ട് വരാം. താങ്ക് യു.